നമസ്കാരം. മലയാളി വാർത്താ ഘടന എന്ന ചാനലിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? പണം കൊഴുപ്പുണ്ടെങ്കിൽ അത് കോടതിയെ അല്ലെ ഗവൺമെൻറ് സ്ഥാപനത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. പണത്തിൻ്റെ ഹുങ്കുണ്ടല്ലോ, അതുകൊണ്ടാണ് കോടതിയിൽ സമർപ്പിച്ച് ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും കെട്ടിവെക്കാം, പക്ഷെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് ഇങ്ങ് തിരിച്ചു തരണം. ഇതൊരു ഒരു ആവറേജ് മനുഷ്യനാണ് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ 5 കോടിയുടെ കാറ് ഗവൺമെൻറ് അതിൻ്റെ ടാക്സ് 10 കോടിയാണ് ഇടുന്നെങ്കിലും കെട്ടിവെക്കാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തൻ്റെ ഇടം എടുത്തത്. നമ്മൾ ഏത് തർക്കം ഉണ്ടായാലും രണ്ടാൾക്കാർ തമ്മിലായാലും എന്ത് ഡിസ്പ്യൂട്ട് എവിടെ ഉണ്ടെങ്കിലും നമ്മളൊരു മൂന്നാമനെ വെച്ച് ആദ്യം അത് തർക്കം പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കസ്റ്റംസിനെ നേരിട്ടോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജന്റ് മുഖാന്തരം അപ്രോച്ച് ചെയ്യായിരുന്നു ഈ വണ്ടി വിട്ട് കിട്ടുന്നതിന് വേണ്ട നടപടികൾ എന്താ എടുക്കേണ്ടത്. അതിന് തുനിയാതെ കസ്റ്റംസിനെ എടുത്ത് കോടതിയിലോട്ട് വിളിച്ച് ഞങ്ങൾ മര്യാദ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന പറയുമ്പോൾ അവർക്കും വാശി വരും. ആ വാശിയാണ് ഇപ്പം ഇന്നലെയും നമ്മുടെ അപ്പൻ്റെയും മോൻ്റെയും ഒക്കെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് വന്ന് ഈ കള്ളപ്പണമുള്ള കള്ളത്തരങ്ങളും അഴിമതികളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരാരെയും സാധാരണ പിണക്കാറില്ല. എന്നുവെച്ചാൽ അവർക്ക് പിണങ്ങിക്കഴിഞ്ഞാൽ അവരെ പിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാത്തിൻ്റെയും ഈ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും അവർക്ക്. കാരണം അഴിമതിക്കാരെ എല്ലാം നോക്കിക്കുക, അവർ പത്തി അടക്കി ഒതുങ്ങി ജീവിക്കുന്നവരായിരിക്കും. ഇനി ഇവർക്ക് ഫോറിൻ കാർ ഉപയോഗിക്കാൻ ഇത്ര ക്രേസ് ആണെങ്കിൽ ദുബായിൽ പോയിട്ട്, ഇവരുടെ ഞമ്മൻ്റെ നാടാണല്ലോ, ദുബായിൽ പോയിട്ടൊരു ഇഷ്ടം പോലെ കാറ് മേടിച്ചിട്ട് എന്നിട്ട് ഷൂട്ടിങ്ങുകളെല്ലാം അവിടെ വെച്ച് നടത്തിയ ഇവർക്ക് എല്ലാ ദിവസവും ഈ ഫോറിൻ കാർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാം. പിന്നെ അത് നാട്ടിൽ അങ്ങനത്തെ കാർ അനുവദനീയമല്ലാത്ത ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെങ്ങനെ ഈ ജാട കാണിക്കും? ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യക്കാരനെ പോലെ ജീവിക്കുക. അതല്ലാതെ കുറെ പണം കിട്ടിയെന്ന് കരുതി, പണം ഉണ്ടാക്കിയെന്ന് കരുതി അതിൻ്റെ ഹുങ്ക് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ അടുത്ത്, ഗവൺമെൻറ് അടുത്ത് പ്രയോഗിക്കാൻ പാടില്ല. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ക്യാപ്റ്റൻ ജോയ്.